ഡിറ്റക്റ്റീവ് വിജിലൻ കണ്ടു. ജസ്റ്റ് ഒരു ആവറേജ് പടം. പ്രത്യേകിച്ച് ഒന്നുമില്ല സിനിമയിൽ. എല്ലാം കണ്ടുപിടുത്ത സാധനങ്ങൾ തന്നെയാണ് സിനിമയിൽ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നാൽ ബോറടിക്കുമെന്ന് വെച്ചാൽ ഇല്ല താനും. സോ ജസ്റ്റ് ഒരു വൺ ടൈം ആയിട്ട് നമ്മളിങ്ങനെ കണ്ടിരിക്കുക, അത്ര തന്നെ. ഈ സിനിമയിൽ നമ്മൾ ഇതാണ് ഈ സിനിമയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഇതുവരെ നമ്മളൊരു സിനിമയിലും കാണാത്തൊരു സാധനം ഇതാണ് ഈ സിനിമയുടെ ഒരു കീ സാധനം, ഒരു ഹൈലൈറ്റ് എന്നൊക്കെ പറയാനുള്ള ഒന്നുമില്ലാത്ത ഒരു നോർമൽ മർഡർ മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷനാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. നമുക്കൊരു ഹൈ തരുന്ന ഒരു മൊമെൻറ്റോ അല്ലെങ്കിൽ ഒരു വലിയൊരു നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും തന്നെ സിനിമയിലില്ല. ഭയങ്കര പ്ലെയിനായിട്ട് പോകും. ആൻഡ് ഇതിൽ ഈ ഒരു മർഡർ മിസ്റ്ററി അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു കില്ലറിൻ്റെ മോട്ടീവും അതിനെ പറ്റിയിട്ടുള്ള അവരുടെ ബാക്ക് സ്റ്റോറീസൊക്കെ തന്നെ ഭയങ്കര ഹൈ ആയിട്ട് കൊണ്ട് എഴുതി വെക്കണം. അതൊന്നും നമ്മളെ ഒട്ടും തന്നെ കൺവിൻസിങ് അല്ലാത്ത രീതിയിലും വളരെ വളരെ ലേസി ആയിട്ട് എഴുതിയിട്ടുള്ള പോലെയും തോന്നി. ആൻഡ് ഇത് അന്വേഷിക്കുന്ന ആളുടെ ആ ഒരു മോഡസ് ഓപ്പറാൻഡിയും അല്ലെങ്കിൽ അതിൽ കേസന്വേഷണത്തിലെ കുറേ വഴിത്തിരിവുകളൊക്കെ തന്നെ സിനിമയിൽ മിസ്സിങ് ആണ്. സോ ഒരു 2025 ഇറങ്ങുന്ന ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു 2005, 2006 നമ്മൾ കണ്ട പടങ്ങളിൽ ഇതിലും നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടായിട്ടും ഇപ്പോഴും സ്റ്റിൽ അതേ സാധനം തന്നെ പൊടിതട്ടി വെറുതെ ഇന്നെടുത്ത പോലെ തോന്നി. ആൻഡ് ഈ സിനിമയ്ക്ക് ഒരു പഴക്കമുണ്ട്, ഒരു വിൻറ്റേജ് പോലെ, അല്ലെങ്കിൽ ഒരു 90s 80s നടക്കുന്ന ഒരു കഥയായിട്ടാണ് സിനിമയിൽ കാണിച്ചു തരുന്നത്. ആൻഡ് അതേ പഴക്കം ഈ ഒരു സിനിമ കണ്ടപ്പോൾ അതിൻ്റെ ആ ഒരു കഥയിലും ഫീൽ ചെയ്തു. ഇവർക്ക് കുറേ സ്ഥലത്ത് ഹ്യൂമർ ജനറേറ്റ് ചെയ്യുന്ന സ്പേസ് ഉണ്ടായിരുന്നു, അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല. ആൻഡ് പടം വേണമെങ്കിൽ എന്നാൽ സീരിയസ് ആയിട്ട് കുറേ സ്ഥലത്ത് കൊണ്ടുപോയിരുന്നു, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കിട്ടില്ല. സോ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പ്രശ്നം പറ്റി, ഒരു നല്ലൊരു ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഇല്ലാത്ത, ഒരു സ്ക്രിപ്റ്റ് ഇല്ലാത്ത, ജസ്റ്റ് ഒരു നോർമൽ പടം, ഒരു സാധാരണ പടം. നമ്മളൊരു പടം കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പുതുമ വേണ്ടേ, അങ്ങനത്തെ ഒരു സാധനം ഈ പടത്തിൽ എവിടെ നമുക്ക് കിട്ടിയില്ല. സോ എനിക്കതാണ് ഫീൽ ചെയ്ത്, ഇതായിരിക്കില്ല ചിലപ്പോൾ എല്ലാവർക്കും ഫീൽ ചെയ്യുക. സോ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ആൻഡ് ധ്യാൻ്റെ പെർഫോമൻസും ബാക്കിയുള്ള ആ കാര്യങ്ങളൊക്കെ ഓക്കെ. ആസ് എ പടം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ പടം എനിക്ക് അത്ര ഫീൽ ചെയ്തുള്ളൂ. സോ കൂടുതൽ ഞാൻ വലിച്ചു കിട്ടുന്നില്ല. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.